നേരത്തെ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാം കുറച്ചൊന്ന് വളഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിന്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ആൻഡ് ഈ വർഷം നോക്കുമ്പോൾ അത് ചെറിയൊരു വളവുണ്ട് എന്നൊക്കെ. എനിക്ക് പേടിയാവുന്നു. ഭയന്നിരിക്കുകയല്ലാതെ വേറെന്താ നമ്മൾ ഇവിടെ ഇതുവരെ ചെയ്തത്? അല്ല, കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് വളഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം ഈ ഡാം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വളഞ്ഞിരിക്കും. അല്ലേ ആശാനെ? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. സാറ് പറയുന്ന ഒരു ഉരുൾ പൊട്ടിയപ്പം ഒരു മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇറ്റു പോകുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. இதெல்லாம் கவனிக்க சிட்டில இருக்கிற உங்களுக்கு நேரம் இல்ல. இத சொல்லத்தான் டிவி சேனல் கிட்ட கேட்டோம். ஆனா டிவில லேகியம் விக்கவும் சமையல் செய்யவும் டான்ஸுக்கு மார்க் போடவும் டைம் இருக்கு. ஒரு கிராமம் அழிய போறத சொல்ல 2 நிமிஷம் இல்ல. ഇവിടെ ഇടതും വലതും മാറി മാറി കേരളം ഭരിച്ചിട്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള 20 എംപിമാരും വേസ്റ്റാണ്, 140 MLA-മാരും ഷിയർ വേസ്റ്റ്. രാഷ്ട്രീയം കളിച്ച് നാട് പിടിച്ചവരെ കുറിച്ച് പറയാനോ അവരെ തൊടാനോ ഇവിടെ ഒരു പോലീസും ഒരു മീഡിയയിലും ഒരു അട്ടും പാവം കണ്ടാലേ കേരളം മൊത്തം മുങ്ങുന്ന പോലെ ആ പാടെ 2-3 സ്ഥലത്താ വെള്ളം കയറി. അപ്പോഴത്തേക്ക് എന്തൊരു ഷോ. നിന്റെ വീട്ടില് വെള്ളം കയറാൻ സാധ്യയില്ലല്ലോ? ഒരിക്കലും ഇല്ല. എന്താണ് അത് നിന്റെ അഹങ്കാരം കണ്ടപ്പോ മനസ്സിലായി. ഇതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാല് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 ടൈംസ് ആണ്. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മീഡിയക്കാരാണ് അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പാനിക് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങളോ മനസ്സിലാക്കണം. നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനകീയ സർക്കാരാണ് പറയുന്നത് ഈ ഡാം വീക്കാണ്. നീ പണ്ണ വേലയ്ക്ക് താപ്പ് വെക്കണം. 5 കൊല്ലം മുമ്പ് നിങ്ങൾ പുതിയ ഡാം വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ട് എന്തായി? വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ചിരിക്കണത് എന്താണ്? വെള്ളം ഒഴുകി വരുമെന്നാണ്. അതെ, വെള്ളമല്ല ഒഴുകി വരുന്നത്. മരങ്ങൾ ഉണ്ടാവും, മനുഷ്യന്റെ ശവശരീരങ്ങൾ ഉണ്ടാവും, മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഉണ്ടാവും. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും? സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്. സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇവരാ പ്രശ്നം. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇവിടെ ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന 2 പേരെ ഈ കൂട്ടത്തിലുള്ളൂ. അതാരാണെന്ന് നോക്ക്. മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരന്തം അണുബോംബിന്റേതല്ല. ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഈ നാട് നശിക്കാൻ പോകുന്നത് പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളെ കൊണ്ടാണ്. ഒരു അധർമ്മം കണ്ട് അനീതി കണ്ട് മാറിപ്പോകുന്ന ജനങ്ങളെ കൊണ്ടാണ് ഈ നാട് നശിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഒരു തലക്കെട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്നു, 30 ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടു, 10 ലക്ഷം ജനങ്ങൾ കാണാതായി, 10 ലക്ഷം ജനങ്ങൾ ഗുരുതരാവസ്ഥയിലാണ്. ഇത്തരമൊരു വാർത്ത ലോകമാധ്യമങ്ങളിൽ വരാതിരിക്കണം. അതിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.